അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്ന് വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ഖുർആനിക ശകലത്തെക്കുറിച്ചുള്ള ചിന്തകളുമായിട്ടാണ് അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായി വന്നിട്ടുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായ ഒരു സംഭവമായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും മുസ്ലിങ്ങൾ ഹിജ്റ കലണ്ടർ എന്ന രൂപത്തിൽ തീയതി മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി വരുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ CE 622 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് എല്ലാവിധ പ്രയാസങ്ങളും വലിയൊരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് മദീനയിലേക്ക് തൻ്റെ അനുചരന്മാരോടൊപ്പം പലായനം ചെയ്ത് മദീനയിലെത്തുമ്പോൾ, യസ്രിബ് എന്നായിരുന്നു അതിൻ്റെ പേര്, മദീനയിലേക്ക് എത്തി. മദീന എന്ന് പറയുന്നത് ഒരു 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 രാഷ്ട്രം എന്ന രൂപത്തിൽ വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങൾ പരസ്പരം കരാറുകൾ പാലിച്ചും അതുപോലെ തന്നെ ഇടയ്ക്കിടെ യുദ്ധങ്ങളുണ്ടായും ഒക്കെ അങ്ങനെ പല രൂപത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു സ്ഥലമായിരുന്നു യസ്രിബ്. അവിടെ ഒരു ഇസ്ലാമിൻ്റെ ഒരു നായകൻ, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ഒരു മത നേതാവ്, പ്രവാചകൻ, അള്ളാഹുവിൻ്റെ ദൂതൻ, ജനങ്ങൾക്ക് ആത്മീയമായി മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ മാത്രമായിട്ടല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത്. നേരെ മറിച്ച് മദീനയുടെ ആ പ്രദേശത്തിൻ്റെ ഒരു ഭരണാധികാരി കൂടിയായിട്ടാണ് ഈ മദീന പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ നേതാവ് എന്ന നിലക്ക് കൂടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും മദീനയിലെത്തുമ്പോൾ അവിടെ വ്യത്യസ്തങ്ങളായ ആളുകൾ ജീവിക്കുന്നുണ്ട്. അവിടെ മുസ്ലിങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രവാചകൻ വരുമ്പോഴേക്ക് ഒരു വർഷത്തിനുള്ളിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ, അൻസാരികളായ ആളുകൾ, ഔസ്, ഖസറജ് എന്നീ ഗോത്രങ്ങളിൽ നിന്നാണ് പ്രധാനമായും അൻസാരികളായ മദീനയിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഉണ്ടാകുന്നത്. അവരാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അവരല്ലാതെ ഇപ്പോഴും ബഹുദൈവാരാധനയിൽ തന്നെ തുടരുന്ന മുശ്രിക്കുകളായ ആളുകൾ മദീനയിലുണ്ട്. അതോടൊപ്പം തന്നെ മദീനയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രബലമായ മറ്റൊരു വിഭാഗമായിരുന്നു ജൂതന്മാർ എന്ന് പറയുന്നത്. മദീനയിലെ തന്നെ കൃഷിയിലും കച്ചവടത്തിലും ഒക്കെ മുന്നിട്ട് നിന്നിരുന്ന, സ്വന്തമായി മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രബലമായ വിഭാഗമായിരുന്നു ജൂതന്മാർ. പ്രധാനപ്പെട്ട 3 ജൂത ഗോത്രങ്ങൾ മദീനയിൽ താമസിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാമൂഹിക പരിതസ്ഥിതിയിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. അപ്പോൾ മദീനയുടെ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും വ്യത്യസ്തങ്ങളായ ആളുകൾ ജീവിക്കുന്നുണ്ട്. എല്ലാവരും ഒരുമയോടുകൂടി, അല്ലെങ്കിൽ സഹവർത്തിത്വത്തോടുകൂടി, സഹിഷ്ണുതയോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് കൃത്യമായ ചില വ്യവസ്ഥകൾ വേണം, മാനദണ്ഡങ്ങൾ വേണം. അങ്ങനെയാണ് ഒരു പക്ഷേ നമ്മൾ ചരിത്രത്തിൽ ഭരണഘടനയ്ക്കും അതുപോലെ തന്നെ കരാറുകൾക്കുമൊക്കെ ചരിത്രപരമായ ഉദാഹരണമായി ഉദാഹരിക്കാറുള്ള മാഗ്ന കാർട്ട ഉണ്ടാകുന്നതിനും 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ തിരുദൂതർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ള ആളുകളുമായി നടത്തിയ, യഹൂദന്മാരുമായി പ്രത്യേകിച്ചും ഈ ഒരു മദീന എന്ന് പറയുന്ന പ്രദേശത്ത്, ആ ഒരു ചെറിയ നാട്ടിൽ എങ്ങനെയാണ് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടമകളും ബാധ്യതകളും മനസ്സിലാക്കി പെരുമാറേണ്ടതെന്നും സഹവർത്തിത്വത്തോടെ ഒരു നാട്ടുകാർ എന്ന നിലയിൽ ജീവിക്കേണ്ടത് എന്നുമുള്ള ചരിത്രത്തിലെ ആ ഒരു ആദ്യത്തെ ഒരു വ്യവസ്ഥ, ഒരു കരാർ എഴുതി രൂപപ്പെടുത്തുന്നത്. അതിന് കൃത്യമായ വ്യവസ്ഥകളുണ്ടായിരുന്നു, നിബന്ധനകളുണ്ടായിരുന്നു. എന്താണ് ഓരോ വിഭാഗം ആളുകളുടെയും ബാധ്യതകൾ, അവരെന്താണ് ചെയ്യേണ്ടത്, ഒരു നാട് എന്ന നിലയ്ക്ക് മദീനയിൽ പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള വിശദമായ വ്യവസ്ഥകൾ നിറഞ്ഞ ഒന്നായിരുന്നു മദീന ചാർട്ടർ, അല്ലെങ്കിൽ ചാർട്ടർ ഓഫ് മദീന എന്നറിയപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു കരാർ. അതിലെ ഒരു വ്യവസ്ഥ അത് ഞാൻ വായിക്കാം. അത് ഇങ്ങനെയാണ്: ലിൽ യഹൂദി ദീനുഹും വലിൽ മുസ്ലിമീന ദീനുഹും. യഹൂദന്മാർക്ക്, ജൂതന്മാർക്ക് അവരുടെ ദീൻ, അവരുടെ മതം. വലിൽ മുസ്ലിമീന ദീനുഹും, മുസ്ലിങ്ങൾക്ക് അവരുടെ മതം. അഥവാ ഈ നാട്ടിൽ യഹൂദന്മാർക്ക് അവരുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് അവരുടേതായ ആരാധനാലയങ്ങൾ, ദേവാലയങ്ങളൊക്കെ പിന്നെ അതൊക്കെ നിലനിർത്താനും, അതുപോലെ തന്നെ അവരുടേതായ മതപരമായ കാര്യങ്ങൾ, മതപരമായ നേതൃത്വവും മറ്റു കാര്യങ്ങളും, മതപരമായി എന്തെങ്കിലും പിന്നെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ന്യായാധിപന്മാർക്ക്, അങ്ങനെ മൊത്തത്തിൽ അവരുടെ മതവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവർക്ക് ആചരിച്ചു പോകാം. മുസ്ലിങ്ങൾ അവരുടെ മതവും അവരുടെ വിശ്വാസവും ആദർശവും ഒക്കെയായി അവരും ജീവിക്കും എന്നുള്ള ഈ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ ഒരു വ്യവസ്ഥക്ക് ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിനോളം ഇത്രമാത്രം കൃത്യമായി മതത്തിൻ്റെ അതിർവരമ്പുകൾ ഒരാൾ മുസ്ലിമായി, അല്ലെങ്കിൽ മറ്റുള്ള മുസ്ലിം അല്ലാത്ത ആളുകളോട്, അമുസ്ലിങ്ങളോട്, വ്യത്യസ്ത ജനവിഭാഗങ്ങളോട് കൃത്യമായ അതിർത്തികൾ വരയ്ക്കുകയും കൃത്യമായി ഓരോരുത്തരും തമ്മിൽ ഇടപെടാനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും വളരെ സഹിഷ്ണുതയോടുകൂടി, സഹവർത്തിത്വത്തോടുകൂടി എങ്ങനെയാണ് ഒരു നാട്ടിൽ ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണിത്. ഇവിടെയാണ് ചില വിമർശകന്മാർ സാധാരണ ഇസ്ലാമിനെതിരെ പലപ്പോഴും പറയാറുള്ളത് പോലെ, ഇസ്ലാം പലയിടത്തും ചെന്നാൽ
നിർബന്ധിതമായി, പ്രത്യേകിച്ച് ഇസ്ലാമിന് അധികാരം കൈവരുന്ന പ്രദേശങ്ങളിൽ ഒരു ആളുകളുടെ ഒക്കെ നരേഷൻ എങ്ങനെയാണ്, ഇസ്ലാമിന് അധികാരം കൈവരുന്ന പ്രദേശങ്ങളിൽ എപ്പോഴും മുസ്ലിങ്ങൾ മറ്റുള്ളവരെ നിർബന്ധിതമായി മതപരിവർത്തനം ചെയ്ത് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുകയാണ്, അല്ലെങ്കിൽ നിർബന്ധിതമായി ആളുകളെ ഭയപ്പെടുത്തിയും മറ്റുമൊക്കെ ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുക എന്ന് പറയുന്നത് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, അതെന്തോ വലിയ പുണ്യകരമായ പ്രവൃത്തിയാണ് എന്നൊക്കെ ആളുകൾ ധരിച്ചു വശമായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇസ്ലാമിൻ്റെ നിലപാട് എന്ന് കൃത്യമായി പറയുന്ന വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ നമുക്ക് ഒരുപക്ഷെ സുപരിചിതമായ ഒരു ഖുർആനിക വാക്യമാണ് ലാ ഇക്രാഹ ഫിദ്ദീൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ ആയത്തിൻ്റെ തുടക്കത്തിലുള്ള വാചകമാണ് ലാ ഇക്രാഹ ഫിദ്ദീൻ. ഇക്രാഹ് എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക, ഒരാളെ ഭയപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റേ നിർബന്ധിക്കുക. അപ്പോൾ ഈ ആയത്തിലൂടെ അസന്നിഗ്ധമായി കൃത്യമായി യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം ഖുർആൻ പ്രഖ്യാപിക്കുകയാണ് ദീനിൽ ബലാത്കാരമില്ല, അല്ലെങ്കിൽ നിർബന്ധിതമായി ഒരാൾക്ക് ദീനിലേക്ക് ചേരുന്ന ഒരു അവസ്ഥ ഇസ്ലാമിന് അങ്ങനെ ഒരു ആവശ്യവുമില്ല, അങ്ങനെ ഒരു അവസ്ഥയുമില്ല ഇസ്ലാമിൽ. ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ്, തൊട്ടടുത്ത വാചകം അതാണ്. ഖദ് തബയ്യന റുഷ്ദ് സന്മാർഗം ഗയ്യിൽ നിന്നും ദുർമാർഗത്തിൽ നിന്ന് കൃത്യമായി വേർതിരിഞ്ഞിട്ടുണ്ട്, കൃത്യമായി അത് വെളിവായിട്ടുണ്ട്. അത് മനസ്സിലാക്കാനുള്ള എല്ലാ വഴികളും വിശുദ്ധ ഖുർആനിലൂടെ ഇസ്ലാം അതിൻ്റെതായ രൂപത്തിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. ഇത് കൃത്യമായൊരു നിലപാടാണ്. ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് പറയുന്ന ഈ ഖുർആനിക ശകലം അത് എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹത്തിൽ അത് നടപ്പായത് എന്നും മുസ്ലിങ്ങൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത്, പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകന് ശേഷമുള്ള പ്രവാചകന്റെ അനുചരന്മാർ അവരൊക്കെയും എങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടത് എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വാക്യത്തെ വിശദീകരിക്കുന്ന വേളയിൽ പ്രമുഖനായ മുഫസ്സിർ, വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങളിൽ പ്രസിദ്ധമായ വ്യാഖ്യാതാവായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് കാണാം, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളെയും മതത്തിലേക്ക് നിർബന്ധിതമായി ചേർക്കേണ്ട, നിർബന്ധമായാണ് ഭീഷണിപ്പെടുത്തിയോ മറ്റോ ചേർക്കേണ്ട ഒരാവശ്യവും ദീനിനുണ്ടാകുന്നില്ല. കാരണം ഇസ്ലാമിൻ്റെ തെളിവുകൾ അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആദർശം, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലുകൾ, ഈ മതത്തിൻ്റെ ഓരോ കാര്യങ്ങളും അതൊക്കെയും അതൊക്കെയും പൂർണ്ണമായും വ്യക്തമാണ്, അതൊക്കെയും സുതാര്യമാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിൻ്റെ തെളിവുകളും ഇസ്ലാം പരിചയപ്പെടുന്ന ആദർശവും ഒക്കെ കൃത്യമാണ്, വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ലാ യഹ്താജു അൻ യുക്റഹ അഹദുൻ അല ദുഖൂലി ഫി, അതിലേക്ക് ഇസ്ലാമിൽ പ്രവേശിക്കാൻ അല്ലെങ്കിൽ മുസ്ലിം ആകാൻ ഒരാളെയും നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നേ ഇല്ല എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് കാണാം. അപ്പോൾ ഖുർആനിൽ നമുക്ക് മറ്റൊരുപാട് സ്ഥലങ്ങളിൽ സമാനമായ പരാമർശങ്ങൾ കാണാം. ഇപ്പോൾ എല്ലാ മുസ്ലിങ്ങൾക്കും മനഃപ്പാടമുള്ള വളരെ ചെറിയ അധ്യായങ്ങളിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ കാഫിറൂൻ. അതിൻ്റെ അവസാന വാചകം ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന തത്വമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇസ്ലാമിന് ഒരു മേൽക്കൈ ഉണ്ടായിരുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ഇസ്ലാം മുസ്ലിം അല്ലാത്ത മറ്റ് ഇതര മതസ്ഥരോട് ജനവിഭാഗങ്ങളോട് പെരുമാറിയത് എന്ന് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ പാഠം എങ്ങനെയാണ് മുസ്ലിം സമൂഹം ഉൾക്കൊണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലായിടത്തും ഈ ലോകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള നാടുകളിൽ, അത് കേരളത്തിൽ, അതുപോലെ തന്നെ ഇന്തോനേഷ്യ പോലുള്ള നാടുകളിലൊക്കെ ഇസ്ലാം പ്രചരിച്ച ആ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒന്നാണ്, ഇസ്ലാം അവിടെയൊക്കെ പ്രചരിച്ചത് വ്യക്തികളുടെ സ്വഭാവ സവിശേഷത കണ്ടും അവരുടെ വ്യക്തി ജീവിതത്തിലെ ആ സൂക്ഷ്മതയും തഖ്വയും സ്വഭാവ വൈശിഷ്ട്യവും ഒക്കെ കണ്ട് അവരുടെ ആദർശത്തോടുള്ള പ്രതിബദ്ധത, സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ആദർശത്തിൻ്റെ ആ സുതാര്യത, എല്ലാവർക്കും വ്യക്തമാകുന്ന, എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്ന, സമ്പന്നനെന്നോ ദരിദ്രനെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ തട്ടുകളായിട്ടോ അല്ലെങ്കിൽ മനുഷ്യന്മാരെ പല വൈജാത്യങ്ങളുടെ പേരിൽ വേർതിരിക്കുന്ന ഇതൊന്നുമില്ലാത്ത ഒരു ദൈവത്തിൻ്റെ ഒരു മതം എന്ന നിലയിൽ മനുഷ്യർ മനസ്സിലാക്കിയിട്ടാണ് പലപ്പോഴും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതല്ലാതെ ഒരിക്കലും മറ്റേതെങ്കിലും രൂപത്തിൽ നിർബന്ധിതമായി ആരെങ്കിലും മതപരിവർത്തനം നടത്തിയത് കൊണ്ടല്ല എന്ന് നമുക്ക് ഈ ഒരു ചരിത്രമൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധ ഖുർആനിൽ തന്നെ പലയിടങ്ങളിലായി പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. എന്താണ് പ്രവാചകന്മാരുടെ ദൗത്യം? പ്രവാചകന്മാരുടെ ദൗത്യം അള്ളാഹുവിൽ നിന്നുള്ള ഈ ദൂത്, ഈ ഒരു സന്ദേശം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് സ്വീകരിക്കുന്നതും നിരാകരിക്കുന്നതും ആളുകൾക്ക് അള്ളാഹു തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളുകളെ ഏതെങ്കിലും രൂപത്തിൽ നിർബന്ധിക്കാനോ അല്ലെങ്കിൽ ആളുകൾ ഇത് സ്വീകരിച്ചില്ല എന്ന് കരുതി
വളരെ മനപ്രയാസം ഉണ്ടാകാനോ ഒന്നും പ്രവാചകന് ആവശ്യമില്ല എന്ന് പലയിടങ്ങളിലായി വിശുദ്ധ ഖുർആൻ അള്ളാഹു സൂചിപ്പിക്കുന്നത് കാണാം. സൂറത്തു യൂനുസിൽ അള്ളാഹു പറയുന്നത് കാണാം, വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. നിന്റെ രക്ഷിതാവ്, പ്രവാചകനോട് അള്ളാഹു പറയാണ്, പ്രവാചകരെ അങ്ങയുടെ രക്ഷിതാവ് വിചാരിച്ചിരുന്നുവെങ്കിൽ, ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും വിശ്വാസികളാകുമായിരുന്നു. അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒരു കാര്യമൊന്നുമല്ലല്ലോ. ലോകത്തുള്ള എല്ലാവരും വിശ്വാസികളാവുക, ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാവുക, മുസ്ലിങ്ങളാവുക എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യമല്ല. ദൈവം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും വിശ്വസിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് കാര്യം എന്നിരിക്കെ അഫ അൻത തുക്രിഹുന്നാസ് ഹത്താ യകൂനു മുഅ്മിനീൻ, ഇവരൊക്കെ വിശ്വാസികളാകാൻ വേണ്ടി താങ്കൾ അവരെ നിർബന്ധിക്കുകയാണോ? അതുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം. പ്രവാചകൻ ഒരിക്കലും അങ്ങനെ നിർബന്ധിച്ചിട്ടില്ല. പ്രവാചകൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതിലേക്ക് പ്രബോധനം ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. സൂറത്ത് ഷൂറായിൽ അള്ളാഹു പറയുന്നത് കാണാം, പ്രവാചകരെ അങ്ങ് ജനങ്ങളോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു, പ്രബോധനം നിർവഹിക്കുന്നു. അവരിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടും അവർ വില വെക്കാതിരുന്നിട്ടും വീണ്ടും താങ്കൾ ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി ഈ മേഖലയിൽ തന്നെ പ്രബോധന വീതിയിൽ തന്നെ നിലകൊള്ളുന്നു. ഫൈൻ ആറതു, ഇനി അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, താങ്കളുടെ പ്രബോധിത സമൂഹം ഇതിൽ നിന്ന്, ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന്, താങ്കളുടെ പ്രബോധനത്തിൽ നിന്ന്, ഈ സത്യം തിരിച്ചറിയുന്നതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫമ അർസൽനാക അലൈഹിം ഹഫീള, നാം താങ്കളെ അവരിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് അവരുടെ ഒരു മേൽനോട്ടക്കാരൻ എന്ന നിലയിലല്ല. അവരെ ഈ കാര്യങ്ങളിലൊക്കെ നിർബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ അവരിത് സ്വീകരിച്ചാലേ പറ്റുള്ളൂ എന്ന രൂപത്തിലല്ല താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത്. ഇൻ അലൈക ഇല്ലൽ ബലാഗ്, വിശുദ്ധ ഖുർആന്റെ വ്യക്തമായി പറയുന്നു, പ്രവാചകരെ അങ്ങയുടെ മേലുള്ള ഉത്തരവാദിത്തം അൽ ബലാഗ്, കാര്യം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാര്യം ശരിക്കും മനസ്സിലാക്കി കൊടുക്കുക, കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ വിശദീകരിച്ചു കൊടുക്കുക. എന്താണോ ദൈവം തൻ്റെ അടിമകളോട്, സൃഷ്ടികളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ആ ആദർശം, ആ സന്ദേശം, അത് സത്യസന്ധമായും കൃത്യമായ രൂപത്തിലും അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലും അത് കൃത്യമായി കൺവേ ചെയ്യുക, ബലാഗ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രവാചകന്മാരുടെ ദൗത്യം. അതല്ലാതെ ആളുകളെ മറ്റേതെങ്കിലും രൂപത്തിൽ പ്രവാചകൻ ഇഷ്ടപ്പെട്ട ആളുകളെ മാത്രം അതിലേക്ക് ചേർക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി ചേർക്കുക, ഇതൊന്നും ഇനി അവരത് കേട്ടില്ല എന്നതിൻ്റെ പേരിൽ പ്രവാചകൻ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് ചുരുക്കം. സൂറത്തുൽ റാദിൽ അള്ളാഹു പറയുന്നത് കാണാം, ഫഇന്നമ അലൈക്കൽ ബലാഗ്, പ്രവാചകരെ അങ്ങയുടെ മേലുള്ളത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആളുകളെ വിചാരണ ചെയ്യുക, ആളുകൾ ഇത് സ്വീകരിച്ചോ നിരാകരിച്ചോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വിചാരണ ചെയ്യുകയും ആളുകൾക്ക് വിധി പറയുകയും ചെയ്യേണ്ട ചുമതല വഹലൈനൽ ഹിസാബ് ചെയ്യേണ്ട ആ ഒരു ഉത്തരവാദിത്വം അത് എൻ്റെ മേലാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രവാചകന്മാരൊക്കെ നിർവഹിച്ചത് ഈ ഒരു ദൗത്യമാണ്. നമ്മളൊന്ന് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവിധ അധികാരങ്ങളും കൈവന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. മക്ക വിജയ ദിവസം, അതുപോലെ തന്നെ പല യുദ്ധങ്ങളും കഴിഞ്ഞ സമയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പഞ്ചപുച്ഛം അടക്കിക്കൊണ്ട് എന്താണോ പ്രവാചകൻ കൽപ്പിക്കുന്നത് അത് അപ്പടി അനുസരിക്കാനും നടപ്പാക്കാനും സാധ്യമാകുന്ന എല്ലാ അധികാരങ്ങളും പ്രവാചകനിൽ കേന്ദ്രീകരിച്ച ഒരു സമയം അതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ആ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ മക്ക വിജയ ദിവസം എല്ലാ ഖുറൈശികളും തങ്ങൾ ഇതുവരെ പ്രവാചകനോട് ചെയ്ത അതിക്രമങ്ങളും പ്രവാചക അനുചരന്മാരോട് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വിശ്വാസികളോട് ചെയ്ത പീഡനങ്ങളും ഒക്കെ ഓർത്തുകൊണ്ട് എന്താണ് അതിനുള്ള ഒരു പ്രതികാര നടപടി നമ്മുടെ മേൽ ഉണ്ടാകുന്നത് എന്ന് ഭയപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് പ്രവാചകൻ അവിടെ വിട്ടുവീഴ്ചയുടെ സമീപനം സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇസ്ലാമിന് അങ്ങനെ ഒരു വിജയവും അതുപോലെ തന്നെ ഇസ്ലാമിന് മേൽക്കൈ ഉണ്ടാകുകയും ചെയ്യുന്ന സമൂഹങ്ങളിൽ, സാഹചര്യങ്ങളിലൊക്കെ മറ്റുള്ള ജനവിഭാഗങ്ങളോട് അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത ആളുകളോട് ഇസ്ലാം എന്ത് സമീപനമാണ് സ്വീകരിച്ചത്, മുസ്ലിം നേതാക്കന്മാർ, ഖലീഫമാർ, അവരൊക്കെ എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്ന് ചരിത്രത്തിലുടനീളം അത് പരിശോധിച്ച് നമുക്ക് വ്യക്തമാകും. അതിന് പ്രധാനപ്പെട്ട സന്ദർഭമാണ് പ്രവാചകന് ശേഷം രണ്ടാം ഖലീഫ, നീതിയുടെ പര്യായം എന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം. അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് ചരിത്രത്തിലെ നിർണായകമായ ഒരു കാലഘട്ടമാണ്. അഥവാ അന്ന് ലോകത്ത് നിലവിലുണ്ടായിരുന്ന രണ്ട് വൻ ശക്തികൾ, പേർഷ്യയും റോമും, മുസ്ലിങ്ങൾക്ക് കീഴിൽ അടിയറവ് പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ്. അന്നാണ്, ആ സമയത്താണ് ജെറുസലേം, ബൈത്തുൽ മഖ്ദിസും മസ്ജിദുൽ അഖ്സയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഇന്നത്തെ ഫലസ്തീൻ പ്രദേശം, ജെറുസലേം പട്ടണം, പ്രധാനമായും ആ പട്ടണം അന്ന് അറിയപ്പെട്ടിരുന്നത് ഈലിയ എന്ന പേരിലായിരുന്നു. ഈലിയ പട്ടണം അത് കീഴടങ്ങുന്നത് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിലാണ്. അന്ന് ഈലിയ പട്ടണത്തിന്റെ മേധാവിയായിരുന്ന ക്രൈസ്തവ പാതിരിയായിരുന്ന സൊഫ്രോനിയോസ്, അദ്ദേഹം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, മുസ്ലിങ്ങൾ കീഴടക്കിയപ്പോൾ അദ്ദേഹം
അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ഈലിയ പട്ടണത്തിൻ്റെ താക്കോൽ അല്ലെങ്കിൽ അധികാരം നിങ്ങൾക്ക് ഞാൻ കൈമാറില്ല. നേരെ മറിച്ച് നിങ്ങളുടെ നേതാവ് ഖലീഫ മദീനയിലുള്ള ഉമർ, അദ്ദേഹത്തിന് നമ്മൾ നേരിട്ട് ഇതിൻ്റെ ഒരു അധികാരം ഏൽപ്പിക്കാം, അദ്ദേഹം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു തീരുമാനമുണ്ടാക്കുന്നത്. അങ്ങനെയാണ് ചരിത്രത്തിൽ വളരെ ഒരു അത്ഭുതകരമായ രൂപത്തിൽ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി ഒരു ഒട്ടകപ്പുറത്ത് താനും തൻ്റെ ഭൃത്യനും ഊഴമനുസരിച്ച് മാറി മാറി സഞ്ചരിച്ച് അന്നത്തെ മുസ്ലിം ലോകത്തിൻ്റെ പേർഷ്യയും റോമും കീഴടക്കിയ മുസ്ലിം സാമ്രാജ്യത്തിൻ്റെ ഖലീഫ ഈലിയ പട്ടണത്തിലേക്ക്, ഫലസ്തീനിലേക്ക് അല്ലെങ്കിൽ ജെറുസലേമിലേക്ക് വരുന്നത്. അത് കണ്ട് അന്നത്തെ അവിടെയുള്ള ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞങ്ങൾ ഇത്ര നേരം പ്രതീക്ഷിച്ചിരുന്ന ഈ കണ്ട ആളുകളൊക്കെയും പേടിക്കുന്ന, ഭയപ്പെടുന്ന വലിയ വൻ സാമ്രാജ്യങ്ങൾ കീഴടക്കിയ ഖലീഫ ഇതാ കീറി പോയത് കാരണം തുന്നി ചേർത്ത വസ്ത്രങ്ങളുമായി ജോലിക്കാരനും ഖലീഫയും മാറി മാറി സഞ്ചരിക്കുന്ന ഒരു വാഹനപ്പുറത്ത് വളരെ ലളിതമായ രൂപത്തിൽ വരുന്നു. അത് അവർക്കൊരു ഒരു അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ കടന്നു വന്ന ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് സൊഫ്രോണിയസ് എന്ന് പറയുന്ന അവിടുത്തെ ക്രൈസ്തവ പാതിരി ഈലിയ പട്ടണത്തിന് അധികാരം ഏൽപ്പിച്ചു കൊടുത്തു. അദ്ദേഹം തന്നെ വന്ന് സ്വീകരിച്ചു. ഖലീഫയെ അദ്ദേഹം പട്ടണം കാണിച്ചു കൊടുത്തു. ആ ഒരു നടന്നു പോകുന്നതിനിടയിലാണ് ഇന്നും അവിടെയുള്ള ഹോളി സെപ്പുൽക്കർ എന്ന് പറയുന്ന ചർച്ച്, അത് ക്രൈസ്തവ വിശ്വാസികൾ പരിശുദ്ധമായി കാണുന്ന, പവിത്രമായി കാണുന്ന ഒരു ദേവാലയമാണ്. അവിടെ എത്തുമ്പോൾ നിസ്കരിക്കാനുള്ള സമയമാവുകയും നിങ്ങൾ ദേവാലയത്തിനുള്ളിൽ നിസ്കരിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല എന്ന് ഖലീഫയോട് ഈ ക്രൈസ്തവ പാതിരി അങ്ങോട്ട് പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അത് നിരസിക്കുകയുണ്ടായത്. ഒരുപക്ഷെ ഞാനിവിടെ നിസ്കരിച്ചു, മുസ്ലിങ്ങളുടെ ഖലീഫ ഇവിടെ നിസ്കരിച്ചു എന്നതിൻ്റെ പേരിൽ ഭാവിയിൽ ഒരുപക്ഷെ ഏതെങ്കിലും മുസ്ലിങ്ങൾ അതിന്മേൽ അവകാശവാദം ഉന്നയിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിസ്കരിക്കാതെ വേറെ സ്ഥലത്ത് അദ്ദേഹം നമസ്കാരം നിർവഹിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഈലിയ പട്ടണവാസികളോട് ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് എഴുതി കൊടുത്ത ഒരു നിർഭയത്വത്തിൻ്റെ ഒരു കരാറുണ്ട്. ഈലിയ പട്ടണവാസികൾക്ക് ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത, അത് ചരിത്രത്തിൽ അറിയപ്പെടുന്ന അൽ ആഹദുൽ ഉമരി അല്ലെങ്കിൽ അൽ ഉഹ്ദത്തുൽ ഉമരിയ എന്ന പേരിൽ അത് ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. അതിലുള്ള വ്യവസ്ഥകളും ഉമർ റളിയല്ലാഹു അൻഹു എഴുതിയ വാചകങ്ങളുമൊക്കെ ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രസിദ്ധനായ ചരിത്രകാരനും മുഫസ്സിറുമായ ഇബ്നു ജരീർ അത്തബരി അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ താരീഖിൽ അത് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകങ്ങൾ കാണാം. ഇത് അള്ളാഹുവിൻ്റെ അടിമയായ, അള്ളാഹുവിൻ്റെ ദാസനായ, മുസ്ലിങ്ങളുടെ നേതാവായ ഉമർ അഹ്ലു ഈലിയ മിനൽ അമാൻ, ഈലിയ വാസികൾക്ക് വേണ്ടി, ഈലിയ പട്ടണത്തിലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന നിർഭയത്വത്തിൻ്റെ കരാറാണ്, അതിനുള്ള പത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു കരാറിലെ വാചകങ്ങൾ നമുക്ക് കാണാം. അതിൽ ഏതൊക്കെ കാര്യങ്ങളിൽ നിർഭയത്വം ക്രൈസ്തവർക്ക്, ഇവിടെ ഉള്ള ആളുകൾക്കുണ്ടാകും എന്നതിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അവർക്ക് ഉമർ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഖലീഫ കൊടുക്കുന്ന നിർഭയത്വ പത്രമാണിത്. ഏതിലൊക്കെ ലി അൻഫുസിഹിം അമാനൻ ലി അൻഫുസിഹിം, അവരുടെ സ്വന്തങ്ങൾ, അവരുടെ ജീവൻ വിഷയത്തിൽ അവർക്ക് നിർഭയത്വമുണ്ട്. വ അംവാലിഹിം, അവരുടെ സമ്പത്തുകൾ സുരക്ഷിതമായിരിക്കും. ഒലി ഖനായിസിഹിം, അവരുടെ ഖനീസകൾ, അവരുടെ ക്രൈസ്തവ ദേവാലയങ്ങൾ. വ സുലബിഹിം, അതുപോലെ തന്നെ അവരുടെ കുരിശുകൾ അഥവാ ക്രൈസ്തവ പ്രതീകമായ കുരിശ് പോലുള്ള അവരുടെ ആരാധ്യ വസ്തുക്കൾ, അതൊക്കെയും സുരക്ഷിതമായിരിക്കും എന്ന് മുസ്ലിം ലോകത്തിൻ്റെ ഖലീഫ, ഒരു പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് വേണമെങ്കിൽ തൻ്റെ അധികാരം ഉപയോഗിച്ച്, കാരണം മുസ്ലിങ്ങൾ അന്ന് വിജയികളാണ്, ഈലിയ പട്ടണം അവർക്ക് കീഴടങ്ങിയിട്ടുണ്ട്, എന്തും ചെയ്യാവുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഒരു പക്ഷേ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം നിർബന്ധിതമായ മതപരിവർത്തനമായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങളിൽ മുസ്ലിങ്ങൾ ജേതാക്കളായിരിക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് നടപ്പാക്കാമായിരുന്നു. വളരെ ലളിതമായ രൂപത്തിൽ അത് നടപ്പാക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കെ തന്നെ മുസ്ലിം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ക്രൈസ്തവരോട്, അല്ലെങ്കിൽ ഈലിയ പട്ടണത്തിലെ ജൂതന്മാരും ക്രൈസ്തവരും ഒക്കെ വസിക്കുന്ന പുരാതനമായ ജെറുസലേം പട്ടണത്തിലെ ആളുകൾക്ക് കൊടുക്കുന്ന നിർഭയത്വത്തിൻ്റെ പത്രമാണിത്. അപ്പം ഇങ്ങനെയുള്ള ചരിത്ര സന്ദർഭങ്ങളിൽ നിന്ന് തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിലപാട് എന്താണ് എന്നുള്ളത് വ്യക്തമാണ് എന്ന് ചുരുക്കം. പിന്നെയും ഒരു ദീർഘമായ വാചകങ്ങളുള്ള കരാറാണ്. അതിൽ തന്നെ കാണാം അന്നഹു ലാ തുസ്കനു കനാഇസഹും, അവരുടെ ദേവാലയങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങൾ ഒരിക്കലും ഏതെങ്കിലും ഒരു മുസ്ലിം അത് അവർ വിജയികളാണ് എന്ന് കരുതി അത് പിടിച്ചെടുത്ത് താമസ സ്ഥലമാക്കുകയോ മറ്റോ ചെയ്യാൻ പാടില്ല. വല തുഹദ്ദം, അത് തകർക്കപ്പെടാൻ പാടില്ല. വല യുൻതഖസു മിൻഹ, അതിനെന്തെങ്കിലും ന്യൂനതകൾ ഏൽപ്പിക്കാൻ തകർക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കവർന്നെടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വല മിൻ ഷൈഇൻ മിൻ അംവാലിഹിം, അവരുടെ സമ്പത്ത്, ഈലിയ പട്ടണത്തിലെ ആളുകളുടെ സമ്പത്ത് അത് അന്യായമായി
മുസ്ലിങ്ങൾക്ക് കവർന്നെടുക്കാൻ പാടില്ല. ഇതിലൊക്കെയും ഖലീഫ എന്ന നിലയിൽ നിങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷിതത്വമുണ്ട്, സംരക്ഷണം ഖലീഫയാണ് ഉറപ്പ് തരുന്നത് എന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, അതിൽ ഓരോ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ വലാ യുക്റഹൂന അലാ ദീനിഹിം വലാ യുദാറു അഹദുൻ മിൻഹും, അവർ അവരുടെ മതത്തിന്റെ വിഷയത്തിൽ വലാ യുക്റഹൂൻ, അവർ ഒരിക്കലും നിർബന്ധിക്കപ്പെടുകയില്ല, നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് എല്ലാവരും പരിവർത്തനം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയില്ല. അങ്ങനെ ഒരു സ്ഥിതിയേ ഇല്ല. ഒരാളും ഉപദ്രവിക്കപ്പെടുകയില്ല എന്നിങ്ങനെയുള്ള പിന്നെ വേറെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുള്ള കരാറാണത്. അപ്പോൾ ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീൻ എന്ന് പറയുന്നതിൽ ഒരിക്കലും ബലാത്കാരമില്ല. നിർബന്ധിതമായി ആരെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ട ഒരു സാഹചര്യം അത് ഉണ്ടാകുന്നേ ഇല്ല എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നല്ല, പലപ്പോഴും പ്രത്യേകിച്ച് ഈ ജൂതന്മാരുടെ വിഷയത്തിലൊക്കെ ചരിത്രത്തിൽ ജൂതന്മാർ ഏറ്റവും കൂടുതൽ മതസ്വാതന്ത്ര്യവും അതുപോലെ തന്നെ പൂർണ്ണമായി സുരക്ഷിതത്വവും അനുഭവിച്ച ഒരു കാലഘട്ടം ഏതാണെന്ന് ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് മുസ്ലിം ഭരണത്തിന് കീഴിൽ അവർ ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ആ ഖലീഫമാരുടെ ഒരു ഭരണകാലഘട്ടം, മുസ്ലിങ്ങളുടെ തുടക്ക ഭരണകാലഘട്ടത്തിലൊക്കെ മറ്റു മതസ്ഥർ പോലും തങ്ങളുടെ നാടുകളിൽ പ്രത്യേകിച്ച് റോമക്കാരുടെ നികുതി പിരിവും ചുങ്കപ്പിരിവും അതുപോലെ തന്നെ അന്യായമായ ഒരാളെ മരണപ്പെട്ട് സംസ്കരിക്കുന്നതിന് പോലും നികുതി വാങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തിൽ തങ്ങളുടെ നാട്ടിൽ മുസ്ലിം ഭരണം വരുന്നതാണ് നല്ലത് എന്ന് അതിനുവേണ്ടി ആഗ്രഹിച്ച ചരിത്ര സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് ഇസ്ലാമിക സമൂഹം എപ്പോഴും ആ ഒരു മറ്റു മതസ്ഥരോടുള്ള നിലപാട് എന്താണ്, മതം എന്ന് പറയുന്നത് അതിനെ ആശയങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, പ്രബോധനം ചെയ്യുക, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ മതപ്രബോധനം നടത്തുക എന്നതല്ലാതെ ആരെയെങ്കിലും നിർബന്ധിതമായ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതികൾ ഉപയോഗിച്ചുകൊണ്ടോ മതത്തിലേക്ക് ചേർക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും ഇസ്ലാം താല്പര്യപ്പെടുന്നില്ല എന്നതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ജെറുസലേമിന്റെ തന്നെ ചരിത്രം പിന്നെയും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുരിശു യുദ്ധങ്ങളുണ്ടായി. ക്രൂസൈഡ് എന്ന് പറയുന്ന ചരിത്രത്തിലെ ഒരു എപ്പോഴും കരിനിറമുള്ള കുരിശു യുദ്ധങ്ങളുടെ കാലഘട്ടത്തിൽ ജെറുസലേമിൽ അവർ പ്രവേശിക്കുമ്പോൾ മുട്ടോളം അല്ലെങ്കിൽ കുതിരയുടെ മുട്ടോളം ചോര, രക്തം തളം കെട്ടി നിൽക്കുന്ന രൂപത്തിൽ ആ പട്ടണത്തിലെ മുഴുവൻ ആളുകളെയും, മുസ്ലിങ്ങളെ മാത്രമല്ല ക്രൈസ്തവർ തന്നെ കുരിശുപടയാളികൾ കൊന്നൊടുക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം. എന്നാൽ അതേ ജെറുസലേം തിരിച്ചു പിടിക്കുമ്പോൾ ഈ നീചന്മാരായ കുരിശുപടയാളികളിൽ നിന്ന് അത് തിരിച്ചു പിടിക്കുമ്പോൾ വിട്ടുവീഴ്ചയുടെ മഹാസമീപനം സ്വീകരിച്ച ചരിത്രത്തിൽ അറിയപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന മുസ്ലിം നേതാവിനെയും നമുക്ക് പുറത്ത് ചരിത്രത്തിൽ കാണാം. അപ്പോൾ അവരൊക്കെയും സ്വീകരിച്ച ആ ഒരു നയം എന്ന് പറയുന്നത് തങ്ങൾ ജേതാക്കളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിന് പ്രതാപവും ശക്തിയും കൈവരുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ ആളുകളെ നിർബന്ധിതമായി മതത്തിലേക്ക് ചേർക്കുക എന്നതല്ല ഇസ്ലാമിൻ്റെ ഒരു എല്ലാ കാലത്തുമുള്ള ഒരു അടിസ്ഥാന തത്വം. ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ്, സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് കൃത്യമായി വേർതിരിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്താണ് ശരിയായ വിശ്വാസം, ശരിയായ ആദർശം എന്താണ്, ശരിയായ മതം എന്താണ്, എങ്ങനെയാണ് ദൈവത്തെ മനസ്സിലാക്കുന്നത്, ഇസ്ലാം പറയുന്ന ദൈവസങ്കല്പം എന്താണ്, ഇസ്ലാം എങ്ങനെയാണ് അള്ളാഹുവിനെ, ഈ ലോകത്തിന്റെ സ്രഷ്ടാവിനെ, പ്രപഞ്ചത്തിന്റെ നാഥനെ പരിചയപ്പെടുത്തുന്നത്, അതെങ്ങനെയാണ് പ്രബോധനം ചെയ്യുന്നത്, ഇതൊക്കെ വ്യക്തമാണ്. അത് ആ വ്യക്തമായ തെളിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ലളിതമായി ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒരു കാര്യത്തെ നിർബന്ധിതമായി ആരുടെയെങ്കിലും തലയിലേക്ക് കുത്തിവെച്ച് അങ്ങനെ മതത്തിലേക്ക് ചേർക്കേണ്ട ഒരു ആവശ്യം ഇസ്ലാമിന് ഉണ്ടാകുന്നില്ല. അങ്ങനെ മതത്തിലേക്ക് ചേർന്നു എന്ന് കരുതി അയാൾക്കൊരിക്കലും ഇസ്ലാമിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിയുകയില്ലല്ലോ. പ്രത്യേകിച്ചും ഇസ്ലാമിലെ ഓരോ കാര്യങ്ങളും അത് ശരിയാകണമെങ്കിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൃദയത്തിൽ നീയത്ത് കൃത്യമായി ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരാൾ ബാഹ്യമായി ഇസ്ലാമിലെ ആചാരങ്ങൾ ചെയ്യുന്നത്, ഇനി മുസ്ലിം പേരുള്ള ആളെങ്കിലും ശരി അല്ലാത്ത ആളാണെങ്കിലും ശരി, ബാഹ്യമായ ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ നിർവഹിച്ചാലും ഉള്ളിൽ ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആ ഒരു ആദർശം ശരിക്കും മനസ്സിലാകാതെ അല്ലെങ്കിൽ അത് വിശ്വാസം പൂർണ്ണമായി ഉൾക്കൊള്ളാതെ അയാൾ എന്ത് ചെയ്താലും അതൊന്നും സ്വീകാര്യമല്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിലപാട്. അപ്പോൾ നിർബന്ധിതമായ ഒരാളെ മതത്തിലേക്ക് ചേർത്തു എന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഗുണവും അതുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന് ചുരുക്കം. ഇസ്ലാം പരിഗണിക്കുന്നത് എപ്പോഴും മനുഷ്യൻ്റെ മനസ്സ് ഉള്ളുകൊണ്ട് മനുഷ്യൻ വിശ്വസിക്കുകയും കാര്യങ്ങൾ ശരിക്കും പഠിച്ചു മനസ്സിലാക്കി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ യുക്തിയോടുകൂടി ചിന്തിച്ച് കൃത്യമായി ദൈവിക കൽപ്പനകൾ മനസ്സിലാക്കി വിശുദ്ധ ഖുർആൻ, വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരുടെ പ്രബോധന തത്വങ്ങളും ഒക്കെ മനസ്സിലാക്കി അങ്ങനെ ദീനിനെ ഉൾക്കൊള്ളണം എന്നും അത് ജീവിതത്തിൽ പുലർത്തണം എന്നുമാണ് ഇസ്ലാം താല്പര്യപ്പെടുന്നത്. ഒരിക്കലും ഇക്രാഹ് എന്ന് പറയുന്നത്
ഇസ്ലാമിൻ്റെ നയമല്ല എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ലോകാവസാനം വരയ്ക്കുമുള്ള മാനവരാശിക്ക് മുമ്പിൽ ഒരു വലിയ പാഠമായി ഈ ഒരു വചനം, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 256 വചനം, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ് എന്ന് പറയുന്ന ഈ ഒരു ഖുർആനിക ശകലം ഒരു പാഠമായി നിലനിൽക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.